പ്രൊമോഷന് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടക്കുന്ന ഒരു കാലയളവാണ്. ജോലി ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾ കുറേ നാളുകളായി ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗങ്ങൾ ജോലി അന്വേഷിച്ച് നടപ്പാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ജോലി ലഭിക്കുന്ന ഒരു വർഷമാണ്. ഈ കടബാധ്യതകളിൽ നിന്നും പൂർണ്ണമായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കൂടി ഈ വിഷു വർഷക്കാലത്തിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ എന്ത് തന്നെ ആയിരുന്നാലും അതിൽ പുരോഗതി ഉണ്ടാകും. അത് പ്രൈവറ്റ് ഫേമായി വലിയ തോതിലുള്ള ഉയർച്ച നിങ്ങൾക്കിതിൽ തീർച്ചയായിട്ടും കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതായത് പല മേഖലകളിൽ നിന്നും നിങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് ആൾക്കാർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ 2026 വിഷു വർഷക്കാലത്തെ ഫലങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത് മകയിര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം എപ്രകാരമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ അധ്യായത്തിൽ തിരുവാതിര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം എപ്രകാരമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. തിരുവാതിരയെ സംബന്ധിച്ചൊരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമായിരിക്കും 2026 വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും പറയേണ്ട കാര്യം, ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യം ജോലി ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾ കുറേ നാളുകളായി ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗങ്ങൾ ജോലി അന്വേഷിച്ച് നടപ്പാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ജോലി ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത ഉള്ള ഒരു കാലയളവാണ്. പ്രണയമോ വിവാഹമോ രണ്ടിലേതെങ്കിലും ഒരു കാരണം ശിഥിലമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ല ഗുരുക്കന്മാരെ ലഭിക്കുന്ന ഒരു വർഷമാണ് തിരുവാതിരയ്ക്ക് ഈ കാലയളവ്. ഭർത്താവിനോ കുഞ്ഞുങ്ങൾക്കോ അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. വ്യവസായത്തിൽ പുരോഗതി ഉണ്ടാകും. പുതിയ ആത്മബന്ധങ്ങൾ ഉണ്ടാകും. കടബാധ്യതകളിൽ നിന്നും പൂർണ്ണമായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കൂടി ഈ വിഷു വർഷക്കാലത്തിൽ സാധിക്കുന്നതായിരിക്കും. പ്രധാനമായിട്ടും തിരുവാതിരയെക്കുറിച്ച് വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികളായിട്ടുള്ള തിരുവാതിര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ ഗുണകരമായ ഒരു വർഷം. മകയിരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഗുണകരമായൊരു വർഷമാണ്. പുതിയ വിദ്യകൾ നിങ്ങൾക്ക് അഭ്യസിക്കുവാനും പുതിയ വ്യക്തികളുമായി പരിചയപ്പെടുവാനും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നല്ല ഗുരുക്കന്മാരെ, അതായത് നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങളെ സ്വാധീനിക്കുന്ന നല്ല ഗുരുക്കന്മാരെ ലഭിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. കുടുംബത്തിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ തന്നെയും വാക്തർക്കങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ കൊണ്ടോ ചെറിയ കുറച്ച് ബുദ്ധിമുട്ടുകൾ അത് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഇടയിൽ തന്നെ ഉണ്ടാകും. മക്കൾ, ഭർത്താവ്, അച്ഛൻ, അമ്മ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. എല്ലാവരുടെ ഇടയിലും ആ ഒരു തർക്കങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻസർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ അസ്വാരസ്യങ്ങൾക്ക് വഴിയൊരുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊഴിൽ സംബന്ധമായിട്ട് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ എന്ത് തന്നെ ആയിരുന്നാലും അതിൽ പുരോഗതി ഉണ്ടാകും. അത് പ്രൈവറ്റ് ഫേം ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സർക്കാർ മേഖല ആയിക്കൊള്ളട്ടെ. സർക്കാർ മേഖലയാണെങ്കിൽ ഉറപ്പായിട്ടും തിരുവാതിര നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ വിഷു വർഷക്കാലത്തിൽ ഭൂരിഭാഗം പേർക്കും പ്രൊമോഷന് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടക്കുന്ന ഒരു കാലയളവാണ്. അതുപോലെ പ്രൈവറ്റ് ഫേമിൽ നിൽക്കുന്ന ഏത് മേഖലയിൽപ്പെട്ട ആൾക്കാരായിരുന്നാലും മേടം 21-ന് ശേഷം, അത് ആ ഡേറ്റിനൊരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മേടം 21-ന് ശേഷം വലിയ തോതിലുള്ള ഉയർച്ച നിങ്ങൾക്കിതിൽ തീർച്ചയായിട്ടും കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതായത് പല മേഖലകളിൽ നിന്നും നിങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് ആൾക്കാർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. തന്മൂലം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കടബാധ്യതകളിൽ നിന്നും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. വിവാഹ സംബന്ധം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വിവാഹമോ പ്രണയമോ ശിഥിലമാകാൻ സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രണയം പരാജയപ്പെടുകയോ, ഇനി അതല്ല വിവാഹം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന വിവാഹങ്ങളൊക്കെ നടക്കാതെ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഈ വിഷു വർഷക്കാലത്ത് തിരുവാതിര നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് വരുവാൻ സാധ്യത കൂടുതലാണ്. ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ ചില സമയത്തുള്ള ഈ വാശിയും അതുപോലെ തന്നെ ചില സമയത്ത് മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തുന്നത് വളരെ തെറ്റിദ്ധരിച്ചായിരിക്കും. അപ്പോൾ ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് കൃത്യമായി ചെയ്ത് മുമ്പോട്ട് പോയാൽ നല്ലതായിരിക്കുമെന്ന് കൂടി സൂചിപ്പിക്കുന്നു. അത് പ്രത്യേകിച്ചും വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന പുരുഷന്മാരായിരുന്നാലും സ്ത്രീജനങ്ങളായിരുന്നാലും അവർക്കിടയിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക.
വ്യാവസായികപരമായിട്ട് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ബിസിനസ് ആയിരുന്നാലും വ്യവസായത്തിൽ പുരോഗതി ഉണ്ടാകുന്ന വർഷമാണ് തിരുവാതിരയെ സംബന്ധിച്ച് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ തുടങ്ങിയ മാസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതുള്ളൊരു ഉയർച്ച, അതായത് ഇപ്പം നിലവിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പായി കുറച്ച് നാളുകൾ കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്തൊരു ഉയർച്ച തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും ഉണ്ടാകും. അതിൽ യാതൊരു തരത്തിലുള്ള സംശയങ്ങളും ഇല്ല. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ ആത്മബന്ധങ്ങൾ ഉണ്ടാകും. പുതിയ ആത്മബന്ധങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതൊരു പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ചോദിക്കും പ്രണയ ആത്മബന്ധമല്ലേ എന്ന്. ആണ്. പക്ഷേ അതിനേക്കാൾ ഉപരി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നല്ല ആത്മബന്ധങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു വർഷമാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. സമൂഹത്തിലെ ഒരുപാട് വ്യക്തികൾക്കിടയിൽ സ്വാധീനം ചെലുത്തുവാൻ നിങ്ങൾക്ക് ഈ വിഷു വർഷത്തിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വളരെയധികം വേണം തിരുവാതിരയെ സംബന്ധിച്ച് ഈ വിഷു വർഷക്കാലത്തിൽ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വാഹന അപകടങ്ങൾ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. കൈക്കോ കാൽമുട്ടിനോ തോളലിനോ തന്മൂലം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട്. അത് സ്ത്രീ ആയിരുന്നാലും ശരി, പുരുഷനായിരുന്നാലും ശരി, ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആബാലവൃദ്ധം തിരുവാതിര നക്ഷത്ര ജാതർക്കും ആരോഗ്യം ഈ ഒരു വിഷു വർഷക്കാലത്തിൽ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടതായിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭർത്താക്കന്മാർക്കോ ഭാര്യമാർക്കോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിക്കാൻ, അത് അപകടം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് എന്താ പറയുക, ആക്സിഡൻറ്റ് പറ്റി അങ്ങനെയൊന്നുമല്ല. അത് ചെറിയ രോഗങ്ങളാകാം, അതുമല്ലെന്നുണ്ടെങ്കിൽ ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും സർജറികളാകാം. ഇങ്ങനെയൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ വളരെയധികം ഗുണകരമായിരിക്കും. ഒരു എൻസർക്കിളിംഗ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ പറഞ്ഞ മേടം 21 ശേഷം ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു സമയമാണ് തിരുവാതിരയെ സംബന്ധിച്ച്. വരുന്ന ഒരു 3 വർഷക്കാലത്തേക്ക് ഇപ്പോൾ വർഷഫലം അനുസരിച്ച് മാസഫലം അനുസരിച്ചൊക്കെ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. പക്ഷേ വരുന്ന ഒരു 3 വർഷക്കാലത്തേക്ക് വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഈശ്വരാരാധന കൃത്യമായി ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ഉയർച്ച നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാലയളവിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു 3 വർഷത്തേക്ക്, അതായത് ഈ വർഷം 2026 മേടം 21 മുതൽ 2029 കാലയളവിൽ വരെയുള്ള മേടം 21 വരെയുള്ള ഒരു സമയം, ആ ഒരു കാലയളവ്, അത് ഈ 3 വർഷക്കാലം നിങ്ങളൊന്ന് ആത്മാർത്ഥമായി ഏത് കാര്യത്തിന് ഇറങ്ങത്ത്. ചെറിയ തടസ്സങ്ങൾ സമയാനുസൃതമായി ഉണ്ടാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ, വിജയിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. ദോഷപരിഹാരാർത്ഥം ശിവനെ നന്നായി പ്രാർത്ഥിക്കുക. പൊതുവെ തിരുവാതിരയ്ക്ക് അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ശിവനെ മുറുകെ പിടിച്ചു വേണം ഏത് കാര്യത്തിനും നിങ്ങൾ മുമ്പോട്ട് ഇറങ്ങുവാനായിട്ട്. അതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, നിങ്ങൾ ശിവനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് ഒന്നുകിൽ ഒരു 21 തവണ പഞ്ചാക്ഷരി മന്ത്രം മനസ്സിൽ ജപിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരിടത്ത് അവിടെ ഇരുന്ന്, അല്ലെങ്കിൽ ഇതിനായിട്ട് ഇനിയിപ്പോൾ കാട്ടിപ്പോയി മരമൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ താഴെ ഇരിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്ത് നിന്ന് മനസ്സുകൊണ്ട് ഭഗവാനെ ഒരു പഞ്ചാക്ഷരി മന്ത്രം, അത് ഓം നമഃ ശിവായ ജപിക്കാം, ഓം ഹ്രീം നമഃ ശിവായ ജപിക്കാം. ഏതാണോ നിങ്ങളുടെ മനസ്സിലെപ്പോൾ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ജപിക്കാം. ശിവപാർവതിമാരെ അല്ലെങ്കിൽ ശിവ കുടുംബത്തെ മൊത്തത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അതായത് ശിവൻ, പാർവതി, നന്ദീശ്വരൻ, ഗണപതി, സുബ്രഹ്മണ്യസ്വാമി, ഇവർ ഇത്രയും പേരുള്ള ശിവകുടുംബത്തെ നിങ്ങൾ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആ ഒരു ചിത്രത്തിൻ്റെ മുൻപിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാൻ തീർച്ചയായിട്ടും സാധ്യത ഉണ്ടാക്കും. അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയും ഞാൻ മുൻ നക്ഷത്രത്തിൽ പറഞ്ഞ പോലെ സുബ്രഹ്മണ്യസ്വാമിക്ക് ഭസ്മാഭിഷേകം, അതുപോലെ പനിനീരഭിഷേകം, ഭസ്മം, നിങ്ങൾ ഭഗവാന്റെ ചിത്രത്തിന് മുമ്പിൽ ഭസ്മം ഇട്ട് വച്ച് പ്രാർത്ഥിക്കുന്നതും, എല്ലാ ദിവസവും ഈ ഭസ്മം നിന്ന് ഒരു നുള്ളെടുത്ത് ഒരല്പം നെറ്റിയിലും ഒരല്പം നാവിലും പിന്നെ ഒരല്പം നെഞ്ചിൻ്റെ ഭാഗത്തും ഇട്ട് കഴിഞ്ഞാൽ വളരെയധികം ശ്രേഷ്ഠമായിരിക്കും നിങ്ങളുടെ ജീവിതം. അതൊരു പോസിറ്റീവ് വൈബാണ്. അതൊരു ഈ നമ്മുടെ ഷഡ്ചക്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു എൻസർക്ലിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ 3 പോയിൻറ്റ്സിലും നമ്മൾ ഈ ഭസ്മം ധരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അതോടൊപ്പം മഹാഗണപതിക്ക്, ഗണപതി ക്ഷേത്രങ്ങളിൽ മാസത്തിൽ 2 തവണയെങ്കിലും, ഒരുപാട് പറയുന്നില്ല, മാസത്തിൽ 2 തവണയെങ്കിലും ഗണപതി ക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ 3 തേങ്ങ വീതം ഉടച്ച് പ്രാർത്ഥിക്കുന്നതും തിരുവാതിര നക്ഷത്ര ജാതർക്ക് വരാനിരിക്കുന്ന തടസ്സങ്ങൾ മാറി ഗുണകരമായ ജീവിതത്തിലേക്ക് കടന്നു പോകുവാൻ
വഴിയൊരുക്കി തരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പൊതുവേ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വർഷം തന്നെയാണ്. പക്ഷേ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന പലതരത്തിലുള്ള ഈശ്വരാധീനങ്ങൾ വന്നു ഭവിക്കുന്ന, അതായത് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ചില മുൻകാല ശാപങ്ങളടക്കം മാറിപ്പോകുന്ന, അതായത് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ രണ്ടാമത്തെ വിഷയമാണ്, അത് അടക്കം മാറിപ്പോകുന്ന നിങ്ങളുടെ മുൻകാലങ്ങളിലെ ശാപമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കർമ്മഫലം കൊണ്ടുള്ള ശാപമല്ല, നിങ്ങളുടെ പൂർവികന്മാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബപരമായ ദോഷങ്ങളൊക്കെ ഈ ഒരു കാലയളവിൽ മാറിപ്പോകുന്ന സമയമാണ്. അതാണ് 3 വർഷത്തേക്കുള്ളൊരു സമയം തിരുവാതിര നക്ഷത്ര ജാതര മനസ്സിൽ സൂക്ഷിക്കുക എന്ന് ഞാൻ പറഞ്ഞത്. എല്ലാ തിരുവാതിര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും ഒരുപാട് ഐശ്വര്യങ്ങൾ നിറഞ്ഞ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന നല്ല ഒരു വിഷുവർഷം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാവുന്ന എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം.